അതാ മരത്തിൻ്റെ മേലെ ഒരാളിരിക്കുന്നുണ്ട് കേട്ടോ. കാണിച്ചു തരാം. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവണം കേട്ടോ. മയിലിൻ്റെ പീലിയൊക്കെ ചിലപ്പോൾ തിരഞ്ഞാൽ കിട്ടും. മയിലേ ഞാനും വരുന്നുണ്ട്. കള്ളപ്പന്നി. സുഹൃത്തുക്കളെ, ഇത് രാവിലെ 8 മണിക്കുള്ള ഒരു കാഴ്ച കേട്ടോ. നമ്മൾ മണ്ണാർക്കാട്. ഇപ്പോൾ നിങ്ങൾ വാഹനങ്ങൾ കൂടുതൽ കാണുന്നുണ്ടോ, തിരക്ക് കാണുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇവിടുന്നൊക്കെ നല്ല തിരക്കുള്ള സ്ഥലമാണ്. ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങും തിരക്ക്. ഇപ്പം ആരുമില്ല അല്ലേ? ആരുമില്ല. ചില ഈ സിനിമ, പഴയ സിനിമകൾ കണ്ടിട്ടുണ്ടോ നമ്മൾ? പണ്ടത്തെ, അതായത് ജയറാമിൻ്റെ, സിദ്ദീഖിൻ്റെ ഒക്കെ പണ്ടത്തെ ചെറുപ്പത്തെ പടം. അതിൽ ഈ നായകന്മാർ ഏതെങ്കിലും നാട്ടിലൂടെ അവർ ജോലിക്ക് പോവേ എന്തിനെങ്കിലും പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവും ഒരു നായിക, ഇവരെ സ്നേഹിക്കാനായിട്ട് ഇവരെ കാത്തിരിക്കുന്ന ഒരാൾ മാത്രം. ഞാൻ കുറേ നാട്ടുകട പോയിട്ടൊന്നും ഈ പറഞ്ഞമാരിലുള്ള ആൾക്കാരൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതാണ് പണ്ടത്തെ ഇപ്പോഴത്തെയും വ്യത്യാസം. അതായത് പണ്ട് ഈ റോഡ് എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഓർമ്മ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം. എനിക്ക് ഓർമ്മ ഉണ്ട്, ഒരു 25 വർഷം 30 വർഷം മുന്നേ. അത് ആ നെല്ല് ഉണ്ടാക്കുന്ന സാധനം, നെല്ല് കൊയ്യണ സാധനമായിട്ടത് നമ്മളെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? പക്ഷെ റോട്ടിൽ പോകുമ്പോൾ നല്ല രസമാണ് കാണാം. ഞായറാഴ്ചയായിട്ട് ഓട്ടമൊന്നും ഇല്ല കേട്ടോ. ഇപ്പം തുടക്കല്ലേ, രാവിലെ ആയിട്ടല്ലേ ഉള്ളൂ. ആൾക്കാരെ എണീക്കട്ടെ. ആ ബസ് ഡ്രൈവർ ചെയ്ത് ശരിയായില്ല. ആ എന്തോ ആയിക്കോട്ടെ. ഒരു ഓട്ടം ഈ പണ്ടത്തെ പെൺകുട്ടികൾക്കൊരു ശാലീനത ഉണ്ടായിരുന്നു. അറിയോ നിങ്ങൾക്ക്? ആ മുടിയൊക്കെ മടഞ്ഞു കെട്ടി അങ്ങനത്തെ ഒരു കുട്ടീനെ ഇപ്പോൾ ഞാൻ കണ്ടിട്ടോ ഇടത് വശത്ത്. സുഹൃത്തുക്കളെ നമസ്കാരം. നാളെയാണ് ഭാഗ്യം. അപ്പം ഇന്ന് ഭാഗ്യമില്ല, നാളെയാണ് ഭാഗ്യം. ശരിക്കും പറഞ്ഞാലേ നമ്മുടെ ലോട്ടറി ടിക്കറ്റിൻ്റെ കാര്യം പറയാതിരിക്കാനുള്ളത്. അത് ലോട്ടറി അല്ലാതെ ഒന്നിനും സമ്മാനമില്ല, പ്രൈസില്ല. അത് പോട്ടെ. അപ്പോഴേ ഇതിപ്പോൾ ഞായറാഴ്ചയായിട്ട് രാവിലെ അന്ന് വന്നു നോക്കുമ്പോൾ ആരുമില്ല. ഇപ്പോഴും വണ്ടികൾ മാത്രമേ ഉള്ളൂ. ആൾക്കാർ കമ്മിയാണ്. അതേപോലെ ഹോസ്പിറ്റലിലും ആൾക്കാർ കമ്മിയാവും കേട്ടോ ഞായറാഴ്ച. അന്നൊന്നും രോഗം ഉണ്ടാവില്ല. നമ്മളെ കേരളത്തിലെ ആർക്കും രോഗം ഉണ്ടാവില്ല ഞായറാഴ്ച. കാരണം അന്ന് എല്ലാ കല്യാണ പരിപാടി, എന്തെങ്കിലും പരിപാടി, ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെല്ലാവരും പോവും. ഞായറാഴ്ച ഹോസ്പിറ്റലിൽ ലീവാണ്. എന്തിനാ? ഡോക്ടർമാരടക്കം ലീവാവും.
എന്താലേ കേരളം രോഗം ഉണ്ടാകുമ്പോൾ നിങ്ങൾ എപ്പോഴും ഒരേമാതിരി പോയി അപ്പോഴല്ലേ രോഗം മാറുള്ളൂ. ഇത് നിങ്ങൾക്ക് രോഗം വരുമ്പോൾ മാത്രം നിങ്ങൾ പോവുക, രോഗം വരാതിരിക്കുമ്പോൾ നിങ്ങൾ ബാക്കിയുള്ള പരിപാടിക്ക് പോവുക. അത് നല്ല രീതിയല്ല. പിന്നെ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ മോഡേണായിട്ടുള്ള ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അതായത് നമ്മുടെ പണ്ടത്തെ ആ ശാലീനത, കേരളത്തിൻ്റെ ആ ഭംഗി, ആ സൗരഭ്യം എല്ലാം കൂടെ മാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താലേ ഒരുപാട് മാറ്റം വന്നു. വസ്ത്രത്തിലാണ് കൂടുതൽ മാറ്റം വന്നത്, പിന്നെ ഭാഷകളിൽ, പിന്നെ പ്രവൃത്തികളിൽ, പിന്നെ ബഹുമാനത്തിൽ. ഞാനൊക്കെ നോക്കി കാണുകയാണ്. നമുക്കിത് കാണാൻ മാത്രമേ കഴിയുള്ളൂ. റോഡിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. കാരണം നിങ്ങൾ റോഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രൈവർ മാത്രമാണ്. അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ വലിയൊരു ആരുമല്ല, നിങ്ങൾ അതൊക്കെ വെറും ജാടയാണ്. അപ്പോൾ റോഡിൻ്റെ കാര്യങ്ങൾ എപ്പോഴും മനസ്സിലാക്കിയിട്ട് റോഡിലൂടെ വണ്ടി ഓടിക്കുക. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൂടി സംസാരിക്കാനും പെരുമാറാനും എല്ലാത്തിനുള്ളൊരു ഉത്സാഹം, ഒരു ആത്മവിശ്വാസം ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് നിങ്ങൾ റോഡിൻ്റെ മര്യാദയൊന്നും പാലിക്കാതെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയും ഒന്നും ചെയ്യാൻ കഴിയില്ല, എത്താനും കഴിയില്ല.